ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും രോഗികളായിരുന്ന് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു. അതെ, നിങ്ങളോടുള്ള ദൂത. നിങ്ങളെ ആ രോഗത്തിൽ നിന്നും സ്വർഗത്തിൽ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതെ, കർത്താവിന്റെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:56 ഇങ്ങനെ വായിക്കുന്നു: ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവർ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വരികയും ചെയ്തു. അതെ, കർത്താവ് കടന്നുപോയെടുത്ത് രോഗികളെ കൊണ്ടുവച്ചു. അവരുടെ തൊങ്ങലെങ്കിലും തൊട്ട വ്യക്തികൾ സൗഖ്യമായെന്ന കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. ഇന്ന് പകലിൽ വിശ്വാസത്തോടെ അവന്റെ തൊങ്ങലിൽ എന്നെ കേൾക്കുന്ന രോഗികളായിരിക്കുന്ന വ്യക്തികൾ തൊടുവാൻ റെഡിയായിരിക്കുന്നു. വിശ്വാസത്തോടെ ഇന്ന് പകലിൽ ഒന്ന് തൊടാമോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി അതെ നിങ്ങളോട് ദൂതറിയിക്കുന്നു. നിങ്ങളുടെ രോഗം എത്ര തന്നെ കഠിനമേറിയതായിരുന്നാലും, അതെ എത്ര മാരക രോഗമായിരുന്നാലും, അതെ ഡോക്ടർമാർ കൈവിട്ടാലും, മെഡിക്കൽ സയൻസ് കൈവിട്ടാലും യേശു നിങ്ങളെ കൈവിടത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ സൗഖ്യം ഇന്ന് പകലിൽ ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കുന്നു. അതെ, നിങ്ങളുടെ മേൽ കർത്താവിന്റെ ആണിപ്പാടുള്ള കരം വെക്കുന്നു. ആമേൻ, സ്തോത്രം. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. അതെ, ആ അബ്നോർമാലിറ്റീസ് നോർമലാകുവാൻ പോകുന്നു. അതെ, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമലാകാൻ പോകുന്നു. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലാകുവാൻ പോകുന്നു. നിങ്ങളുടെ തൈറോയിഡ് കണ്ടീഷൻ നോർമലാകുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ കൊളസ്ട്രോൾ നോർമലാകാൻ പോകുന്നു. അതെ, നിങ്ങളുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള വിഷയത്തിന്മേൽ സ്വർഗം ഇടപെടുന്നു. വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ആമേൻ. ക്യാൻസറസുകൾ അപ്രത്യക്ഷമാകുവാൻ പോകുന്നു. മുഴകൾ അപ്രത്യക്ഷമാകുവാൻ പോകുന്നു. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നിങ്ങൾ വിശ്വാസത്തോടെ അവന്റെ തൊങ്ങലൊന്ന് തൊടാമോ? ഈ പറയപ്പെട്ട വിഷയത്തിന്മേൽ സ്വർഗം വിടുതലിനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. എത്ര തന്നെ കഠിനമേറിയ വിഷയമായിരുന്നാലും, ഡോക്ടർമാർ കൈവിട്ടിരുന്നാലും, പിന്നെ ഞാൻ പറയുന്നു, ഡോക്ടർമാർ കൈവിട്ടാലും, മെഡിക്കൽ സയൻസ് കൈവിട്ടാലും കൈവിടാത്ത ഒരിടമുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെ യേശുവിന്റെ ഇടമാ. അവന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചാട്ടെ. ഇന്ന് പകലിൽ നിങ്ങൾ ഒരു അത്ഭുതം കണ്ടിരിക്കും. ഇന്ന് പകലിൽ ഒരു സൗഖ്യം നടന്നിരിക്കും. വിശ്വസിച്ചാട്ടെ. ഇന്ന് പകലിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അസാധാരണമായ സൗഖ്യം സംഭവിക്കുവാൻ പോകുന്നു. അതെ, നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ അത് കാണുവാൻ പോകുന്നു. നിങ്ങളുടെ നാവ് അത് പ്രസ്താവിക്കുവാൻ പോകുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി. അവരുടെ വലിയ രോഗങ്ങളായിരുന്നാലും ചെറിയ രോഗമായിരുന്നാലും അങ്ങയ്ക്ക് ഇതെല്ലാം ഒരുപോലെയല്ലയോ എന്റെ കർത്താവെ? അങ്ങ് തൊട്ട് അവരെ സൗഖ്യമാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. സകല മാനവമഹത്വം കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാലെ ഇവരെ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.